ഹായ് ഗായ്സ്, ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉണക്ക പാവയ്ക്ക അച്ചാറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വായോ. ആദ്യം ഒരു ഉള്ളി നിറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായതിനു ശേഷം ഉണക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം പാവയ്ക്ക നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ പാവയ്ക്ക മുഴുവൻ വറുത്തെടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകും കറിവേപ്പിലും ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണേ. വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടെ കൂട്ടി നമുക്ക് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ കൂടത്ത് ഉലുവാപ്പൊടിയും പുറകെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൊടുക്കും. അതിന് തൊട്ട് പുറകെ തന്നെ 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ചേർത്ത് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിൻ്റെ ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്തുവാണെങ്കിൽ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും. ഇതോടെ കൂടി നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡിയാകും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്